നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അബ്യൂസിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഒട്ടും ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതിലൂടെ കടന്നു വന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം എത്രമാത്രം ഡിഫിക്കൽട്ടായിരുന്നു ആ സർവൈവൽ എന്നുള്ളത്. പലപ്പോഴും ഇങ്ങനെയുള്ള ഒരു ട്രോമയിലൂടെ കടന്നു വരുമ്പോഴത്തേക്കും അതിലൂടെ സർവൈവ് ചെയ്തു വരുന്ന സർവൈവേഴ്സ് കാണിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഉണ്ടാകുന്ന പലതരം പ്രശ്നങ്ങളിൽ പല സിമിലാരിറ്റീസും ഉണ്ടാവാറുണ്ട്. അങ്ങനെ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അബ്യൂസിലൂടെ കടന്നു വന്നിട്ടുള്ള അതിൻ്റേതായിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ് ട്രോമയിലൂടെ മുന്നോട്ട് വന്ന സർവൈവേഴ്സിൽ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള 3 ഡൈനാമിക്സിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യട്ടെ, ഒരിക്കലും ഈ പറയുന്ന ട്രോമയ്ക്ക് തെറപ്പി എന്ന് പറയുന്ന സ്പേസിന് പരിഹാരമല്ല, അല്ലെങ്കിൽ അതിന് പകരമല്ല വീഡിയോസ് ഒന്നും തന്നെ. ഈ പറയുന്ന കാര്യങ്ങളിലേക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടാനാണ് നമുക്കതിലൂടെ സഹായിക്കുക. ആ കിട്ടുന്ന ക്ലാരിറ്റിയിലൂടെയാണെങ്കിൽ നമുക്ക് നമ്മുടെ സെൽഫിൽ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യാനും വ്യത്യാസങ്ങൾ വരുത്താനും സാധിച്ചേക്കാം. എല്ലാവർക്കും ബോധിയിലേക്ക് സ്വാഗതം. ചെറുപ്പകാലങ്ങളിൽ ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഫ്യൂച്ചറിലേക്ക് നമ്മളുടെ അഡൽഹുഡിൽ ട്രോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിലേക്കൊക്കെ അവയർനെസ് വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈൽഡ്ഹുഡ് ട്രോമ എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ളൊരു ടേമായിട്ട് മാറിയിട്ടുണ്ട്. ഒരുപാട് പേര് അതിനകത്ത് തിരിച്ചറിയുന്നു എന്നുള്ളതിലേക്കും സോഷ്യൽ മീഡിയ എല്ലാം വഴി അതിനകത്തേക്ക് അവയർനെസ്സും കൂടി വരുന്നു എന്നുള്ളതും അതിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നാർസിസ്റ്റിക്കുമായിട്ടുള്ള അബ്യൂസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചൈൽഡ്ഹുഡ് ട്രോമയാണ് എന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ചും കൂടി അതിൻ്റെ കളേഴ്സിന് കുറച്ച് ഡിഫറൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. ഇത്തരം കാര്യങ്ങളെപ്പറ്റി തിരിച്ചറിയുന്നതാവട്ടെ നമുക്ക് തന്നെ അതിൽ വർക്ക് ചെയ്യാനും മനസ്സിലാക്കാനും അതിലൂടെ മുന്നോട്ട് പോകാനും നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ ഫാക്ടേഴ്സുമാണ്. ഇത്തരം ഒരു ഫാക്ടേഴ്സിനെ പറ്റി അവയർനെസ് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിലാണ് ബോധി ക്ലിനിക്കിൻ്റെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസും വർക്ക് ചെയ്യുന്നത്. നമുക്ക് യൂട്യൂബിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പേജസ് ഉണ്ട്, വിസിറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ ആരും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അബ്യൂസ് നിറഞ്ഞ ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു നിങ്ങളുടേത് എന്നുണ്ടെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ട്രോമ എന്നുള്ളതിലേക്ക് കാണുന്ന 3 വളരെ കോമൺ ആയിട്ടുള്ള പാറ്റേൺസിനെ പറ്റിയിട്ടാണ്. ചൈൽഡ്ഹുഡ് നാർസിസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസ് എന്ന് പറയുന്നത് പാരൻസിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ആവണമെന്നില്ല. സഹോദരങ്ങളുടെ ഭാഗത്തുനിന്നാവാം, റിലേറ്റീവ്സിൻ്റെ ഭാഗത്തുനിന്നായിരിക്കാം, കസിൻസോ അങ്ങനെയുള്ള ഫാമിലി, ഒരു ഇമ്മീഡിയറ്റ് ഫാമിലി എന്നുള്ള രീതിയിൽ എവിടെ നിന്ന് വരുന്നതാണെങ്കിലും അത് നാർസിസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസ് തന്നെയാണ്. പലപ്പോഴും അതിലേക്ക് മറ്റ് ഇടപെടുന്ന സ്പേസുകളിൽ നിന്നുള്ള സ്കൂളിലോ ഒക്കെയും ഇടപെടുന്ന സ്പേസുകളിലുള്ള ട്രോമയും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാറുമുണ്ട്. ഈ ഒരു 3 ഡൈനാമിക്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഡൈനാമിക്സ് ആണ്. ഇത് മാത്രമാണെന്നല്ല പറയുന്നത്, ഈ 3 പൊതുവിൽ എല്ലാവരിലും കാണാറുള്ളതാണ്. ഏറ്റവും ആദ്യത്തെ ഒരു കമ്പോണൻ്റ് എന്ന് പറയുന്നത് എല്ലാം എൻ്റെ മിസ്റ്റേക്കാണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. പലപ്പോഴും ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അബ്യൂസിൽ നിന്ന് വരുന്ന ആളുകളാവുമ്പോഴത്തേക്കും ചെറുപ്പം മുതൽ അവർ കേൾക്കുന്നത് ഈ ഒരു ഇൻവാലിഡേഷനും നിരന്തരമായിട്ടുള്ള ക്രോണിക് ആയിട്ടുള്ള ഒരു ഇൻവാലിഡേഷൻ ആയിരിക്കും. എല്ലാം നിങ്ങളുടെ പ്രശ്നമാണ്, നീ അങ്ങനെ ചെയ്യാഞ്ഞിട്ടാണ്, നീ ഇങ്ങനെ ചെയ്യാഞ്ഞിട്ടാണ്, നിനക്കിങ്ങനെ പറയാനുള്ള ഒരു ഇതില്ല, നീ അല്ലെങ്കിൽ ആരാണെന്നാണ് നിൻ്റെ വിചാരം, നീ അല്ലെങ്കിൽ എന്താണെന്നാണ് നിനക്ക് ധരിച്ചു വെച്ചിരിക്കുന്നത്, നീ അങ്ങനെ ഒന്നുമല്ല, നീ എൻ്റെ ഇതുകൊണ്ട് മാത്രമാണ് നീ സർവൈവ് ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻവാലിഡേഷൻ എന്ന് പറയുന്നത് ഈ പറയുന്നതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതായത് എല്ലാം എൻ്റെ തെറ്റാണ് എന്ന് ഈ പറയുന്ന അഡൽട്സിന്, അതായത് നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അബ്യൂസ് നിറഞ്ഞ ചൈൽഡ്ഹുഡ് ഉണ്ടായിരുന്നവരാണെങ്കിൽ ഇപ്പോൾ അവർ അഡൾട്ട് ഒരു സ്പേസിലായിരിക്കും നിൽക്കുന്നത്. പക്ഷേ അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നൊരു കാര്യമായിരിക്കും എല്ലാം എൻ്റെ തെറ്റാണ് എന്നുള്ളത്. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻവാലിഡേഷനാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന അബ്യൂസീവ് ആയിട്ടുള്ള ആൾക്കാർ ആരും തന്നെ അക്കൗണ്ടബിലിറ്റി ഏറ്റെടുക്കാത്ത ആൾക്കാരാണ്. അതായത് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുഞ്ഞിൻ്റെ മനസ്സെന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സ്പേസ് ആണല്ലേ. ഈ കുഞ്ഞിനെ ലോകത്തിനെ പറ്റി വലിയ അറിവുകളൊന്നുമില്ല. ചുറ്റുപാടുള്ള ഇടപെടലുകളിൽ നിന്നാണ് കുഞ്ഞ് ഓരോരോ കാര്യങ്ങളും ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നത്. അവിടെ ഈ പറയുന്ന അഡൽട്സ് ആവട്ടെ ഒന്നിനും അക്കൗണ്ടബിലിറ്റി എടുക്കാതെ എല്ലാം ബ്ലെയിം ഷിഫ്റ്റ് ചെയ്ത് ഇൻവാലിഡേറ്റ് ചെയ്ത് കുട്ടിയുടെ മേലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ
നാർസിസ്റ്റിക് ആയിട്ടുള്ള അബ്യൂസിൽ ഇത് കോമൺ ആണല്ലേ. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടി അത് ഇൻറ്റേർണലൈസ് ചെയ്യും. എൻ്റെ മിസ്റ്റേക്കാണ്, എൻ്റെ പ്രോബ്ലം കൊണ്ടാണ്, ഞാനാണ് തെറ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു നിരന്തരമായിട്ടുള്ളൊരു ഫീലിങ്ങിലേക്ക് ചെല്ലുകയും ഈ ഒരു കുഞ്ഞിൻ്റെ സെൽഫ് എസ്റ്റീമിനെയും സെൽഫ് വർത്തിനെയും ഒക്കെ അത് ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തി, ഒരു കുട്ടി അഡൾട്ടായി വരുമ്പോഴത്തേക്കും, വളർന്നു വരുമ്പോഴത്തേക്കും ഈ കുഞ്ഞിൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും എല്ലാം എൻ്റെ തെറ്റാണ്. വഴി കൂടെ പോകുന്ന എന്ത് കാര്യമാവട്ടെ ഈ വ്യക്തിക്ക് ഫീൽ ചെയ്യും എൻ്റെ തെറ്റുകൊണ്ടാണ്. കാരണം അക്കൗണ്ടബിലിറ്റി എടുക്കാത്ത അഡൽട്ട്സ് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും അക്കൗണ്ടബിലിറ്റി എടുത്തിട്ടായിരിക്കും ഈ കുട്ടി മുന്നിലേക്ക് വന്നത്. അവിടെ ഈ ഒരു കുഞ്ഞിനെ ചേർത്ത് നിർത്തി ഇറ്റ്സ് നോട്ട് യുവർ മിസ്റ്റേക്ക്, ഇത് നിൻ്റെ മിസ്റ്റേക്ക് അല്ല, നീ ഇതിന് അക്കൗണ്ടബിലിറ്റി എടുക്കേണ്ട കാര്യമില്ല, ഇതെൻ്റെ പ്രോബ്ലം കൊണ്ട് വന്ന കാര്യമാണ്, ഇറ്റ്സ് ഓക്കെ എന്ന് ഒരു അഡൾട്ട് പോലും പറയാതെ വരുമ്പോഴത്തേക്കും നാച്ചുറലി ഈ കുട്ടിക്ക് വരുന്നത് ആ ഒരു ഇമോഷണൽ നെഗ്ലക്റ്റിൽ നിന്നും വരുന്നത് സ്വന്തം മിസ്റ്റേക്ക് കൊണ്ടാണ് എന്നുള്ള ഒരു അസംഷനാണ്. ഏത് കാര്യത്തിലേക്കും ഈ ഒരു അസംഷൻ ആഡ് ചെയ്യുമ്പോഴത്തേക്കും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഗിൽട്ടും സെൽഫ് ക്രിറ്റിസിസവും ഷെയിമും ആയിരിക്കും അതിൻ്റെ റിസൾട്ട്. ഈ പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഈ ഒരു സ്പേസിൽ ജീവിക്കുന്ന ഈ ഒരു വ്യക്തിയാവട്ടെ മുൻപിലേക്ക് പോകുമ്പോൾ ആ ഒരു ഫിയർ എന്ന് പറയുന്നത് ഭയങ്കര എക്സ്ട്രീം ആയിരിക്കും. കാരണം എല്ലാം എൻ്റെ മിസ്റ്റേക്കാണ് എന്ന് വിശ്വസിക്കുന്ന ഈ ഒരു വ്യക്തി ഞാൻ ഈ മിസ്റ്റേക്ക് വരുത്തില്ലേ എന്ന് തന്നെയായിരിക്കും അല്ലേ അസ്യൂം ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ ഇത്തരം ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ എന്തിനും ഏതിനും സ്വന്തം മിസ്റ്റേക്കാണ് എന്നുള്ളൊരു ബിലീഫ് എന്ന് പറയുന്നത് ഈ ഒരു അഡൽഹുഡിലത്തെ ഒരു ഫീലിംഗ് അല്ലാതെ നമ്മളുടെ ഉള്ളിലത്തെ ആ ഒരു ചൈൽഡ് പാർട്ടിൻ്റെ ഫീലിംഗ് ആണ്. കാരണം ലൈഫ് ലോങ് കുഞ്ഞിലേ മുതലേ ആ കുഞ്ഞിന് ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്, എൻ്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നത്, അച്ഛനും അമ്മയും വഴക്കിടുന്നത് എൻ്റെ പ്രശ്നം കൊണ്ടാണ്, സഹോദരങ്ങൾക്ക് വഴക്ക് വെക്കുന്നത് എൻ്റെ പ്രശ്നം കൊണ്ടാണ്, സുഹൃത്തിന് അടി കിട്ടിയത് എൻ്റെ പ്രശ്നം കൊണ്ടാണ്, വീട്ടിൽ എന്ത് പ്രശ്നം നടന്നാലും അതെല്ലാം എൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ള വിശ്വാസമായിരിക്കും ഈ ഒരു കുട്ടിക്ക് ഉണ്ടായിരിക്കുക. ഇനി ഞാൻ പഠിക്കാതെ, ഞാൻ മാർക്ക് വാങ്ങിക്കാതെ, ഞാൻ അപകടത്തിൽ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ ഇതും എൻ്റെ പ്രശ്നം തന്നെയാണ്. സോ ആ കോൺസ്റ്റൻ്റ് ആയിട്ട് എൻ്റെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ളൊരു നെറേറ്റീവ് ഈ കുട്ടിക്ക് വരുന്നത് ഇങ്ങനെയാണ്. പലപ്പോഴും ഈ ഒരു അസംഷൻ എന്ന് പറയുന്നത് എൻ്റെ മിസ്റ്റേക്ക് ആണ് എന്നുള്ളത് ഈ രീതിയിൽ കണക്കാക്കുമ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അബ്യൂസ് നിറഞ്ഞ ചൈൽഡ്ഹുഡുള്ള ഒരു വ്യക്തിയിൽ കോമൺ ആയിട്ട് കാണുന്ന ആദ്യത്തെ പാറ്റേൺ ആണ്. രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അബ്യൂസ് നിറഞ്ഞ ഒരു ഹൗസ് ഹോൾഡിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഈ ഒരു വ്യക്തിയിൽ കാണുന്ന രണ്ടാമത്തെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ വ്യക്തി നേരിട്ടിട്ടുള്ള അബ്യൂസിനെ പറ്റി ആരോടും പറയാതിരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അബ്യൂസ് ആണെങ്കിൽ പോലും ഈ ഒരു പേഴ്സൺ അത് വേറൊരു ആളോടും പറഞ്ഞിട്ടുണ്ടാവില്ല, ഇന്നേ വരെ അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പലപ്പോഴും എക്സ്ട്രീം ഫിസിക്കൽ അബ്യൂസ് എന്നറിഞ്ഞിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് ആണെങ്കിൽ കൂടിയും ചിലപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിന് പോലും ഈ ഒരു സത്യം അറിയണം എന്നില്ല. അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒരു ടീനേജറായി ഒരു റിലേഷൻഷിപ്പിലായി എന്ന് കരുതാം, ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന പാർട്ട്ണർക്ക് പോലും അറിയുന്നുണ്ടായിരിക്കില്ല ഈ ഒരു വ്യക്തി എക്സ്ട്രീം ആയിട്ടുള്ള ഈ ഒരു അബ്യൂസ് നേരിടുന്നുണ്ട്. ചിലപ്പോൾ ഫിസിക്കൽ അബ്യൂസ് ആവാം, ഇമോഷണൽ അബ്യൂസ് ആവാം. അപ്പോൾ നമുക്ക് തോന്നും ഫിസിക്കൽ അബ്യൂസൊക്കെ ആണെങ്കിൽ പറഞ്ഞുകൂടെ, എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ വീട്ടിൽ അടിക്കുന്നത് ഉപദ്രവിക്കുന്നത് പറഞ്ഞുകൂടെ എന്ന് നമുക്ക് തോന്നാമെങ്കിലും ഈ ഒരു വ്യക്തി ഒരിക്കലും അബ്യൂസിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരിക്കില്ല. പ്രത്യേകിച്ചും ട്രോമ ബോണ്ടഡ് ആയിട്ടുള്ള പാറ്റേൺസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ. കാരണം ഈ ഒരു വ്യക്തിക്ക് സർവൈവ് ചെയ്യുന്നത് തന്നെ അതിനെ ജസ്റ്റിഫൈ ചെയ്തിട്ടാണല്ലേ. ആ ട്രോമ ബോണ്ടിങ്ങിൻ്റെ പാറ്റേൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ അബ്യൂസിനെ പറ്റി ഈ വ്യക്തി തന്നെ സ്വയം തിരിച്ചറിയുന്നുണ്ടായിരിക്കില്ല, നമ്മളതിനെ ജസ്റ്റിഫൈ ചെയ്യുന്നതായിരിക്കും ഉണ്ടാവാം. ഈ പറയുന്ന ഒരു വ്യക്തിക്ക് വേറെ ഇതില്ലാഞ്ഞിട്ടല്ലേ, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രെസ് ഉള്ളത് കൊണ്ടല്ലേ, എൻ്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് വന്നിട്ടല്ലേ എന്നെ അടിച്ചത്, ഇറ്റ്സ് ഓക്കെ എന്നുള്ള ജസ്റ്റിഫിക്കേഷനാണ് അതിലേക്ക് നയിക്കുന്ന ആദ്യത്തെ റീസൺ. പ്രത്യേകിച്ചും ട്രോമ ബോണ്ടഡ് ആയിട്ടുള്ള പാറ്റേൺസ് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളുമായിട്ട് ട്രോമ ബോണ്ടഡ് ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ എന്നുള്ളത് ഉറപ്പായിട്ട് അവിടെ ഉണ്ടാകുന്നതാണ്. കാരണം ആ ജസ്റ്റിഫിക്കേഷനാണ് ആ ഒരു ബോണ്ട് നിലനിർത്തുന്നത് അല്ലേ. അതായത് ഈ പറയുന്ന അബ്യൂസ് ചെയ്യുന്ന ആളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയും അതിനെ ജസ്റ്റിഫൈ ചെയ്യും, അബ്യൂസിനെ ജസ്റ്റിഫൈ ചെയ്യും. ആ വ്യക്തി എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടില്ലേ, ആ വ്യക്തി എന്നെ ഇത്രയും നോക്കിയിട്ടില്ലേ, അതിൻ്റെ കടപ്പാട് എനിക്ക് വേണ്ടേ, അല്ലെങ്കിൽ അത്രയും ടെൻഷനുള്ള ഒരാളല്ലേ, ഇത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നു വന്നതുകൊണ്ടല്ലേ ആ വ്യക്തി എൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യത്തിലൊക്കെ പെരുമാറുന്നത്, സാരമില്ല എന്നുള്ള ജസ്റ്റിഫിക്കേഷനാണ് ആരോടും ഇതിനെപ്പറ്റി ഷെയർ ചെയ്യാത്തതിൻ്റെ ആദ്യത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ എനിക്കത് ഷെയർ ചെയ്യാനായിട്ടുള്ള യോഗ്യതയില്ല എന്നുള്ള ഉറച്ച ബിലീഫാണ്. അതായത് ഞാൻ ആ കാര്യങ്ങൾ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് വിശ്വാസം വേണമല്ലേ,
എന്നോട് ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത്. ഇവിടെ അതില്ലാന്ന് മാത്രമല്ല, എനിക്കത് പറയാനായിട്ടുള്ള യോഗ്യതയില്ല എന്നായിരിക്കും ഈ ഒരു കുഞ്ഞ് വിചാരിക്കുന്നുണ്ടായിരിക്കാം. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഫാക്ടറാണ്. എല്ലാം എൻ്റെ തെറ്റാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾ എങ്ങനെയാണ് ധൈര്യത്തോടു കൂടി ഒരാളോട് പറയാം ഞാൻ നേരിടുന്നത് അബ്യൂസാണ് എന്ന്? സ്വാഭാവികമായിട്ടും എല്ലാം എൻ്റെ തെറ്റാണല്ലോ, അപ്പോൾ എൻ്റെ തെറ്റിനനുസൃതമായിട്ടുള്ളൊരു ശിക്ഷയാണല്ലോ എനിക്കിപ്പോൾ കിട്ടുന്നത്, സാരമില്ല, നോർമലാണ് എന്നുള്ളൊരു ഫീലിംഗ് ആയിരിക്കും. അതായത് എനിക്ക് എൻ്റെ നേരെ വരുന്ന ഇത്തരം കാര്യങ്ങൾ അബ്യൂസാണ് എന്ന് പോലും തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം എന്നില്ല. അവിടെ എനിക്കത് അതില്ലാത്തടുത്ത് ഞാൻ എങ്ങനെ പറയും? അതായത് അവിടെ എനിക്കത് അബ്യൂസാണ്, ഞാൻ അവിടെ അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് തുറന്നു പറയാനായിട്ട് അവിടെ തടസ്സം നിൽക്കുന്ന ആ ഒരു ഫാക്ടർ അവിടെ എനിക്കതിനുള്ള യോഗ്യതയില്ല എന്ന് ചിന്തിക്കുന്നതായിരിക്കും. അതിലേക്ക് നയിക്കുന്നതാവട്ടെ ഈ പറയുന്ന കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻവാലിഡേഷനും താഴ്ത്തിക്കെട്ടലും, ഈ പറയുന്ന പോലെ തന്നെ ആ സെൽഫ് വർത്തിനെ അത്രമാത്രം ഷാറ്റർ ചെയ്യുന്നതും കൊണ്ട് തന്നെ എനിക്കവിടെ യോഗ്യതയില്ലല്ലോ പറയാൻ, പിന്നെ ഞാൻ എന്തിനു പറയണം എന്നുള്ളൊരു കാര്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു അബ്യൂസിനെ പറ്റി ആർക്കും ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല. പലപ്പോഴും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ കാര്യങ്ങൾ ഇവർക്കൊരു നോർമലായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അതായത് പലരും പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ വിചാരിച്ചത് എല്ലാ വീട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ്, പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അല്ല, വ്യത്യാസമുണ്ട് എന്നുള്ളത്. പലപ്പോഴും അത് ചിന്തിക്കണമെങ്കിൽ തന്നെ ഒരുപാട് മുൻപോട്ട് പോകേണ്ടി വന്നേക്കാം. കാരണം ഈ ഒരു വ്യക്തി നോക്കുമ്പോൾ ഫ്രണ്ടിന് ഇടയ്ക്കൊക്കെ അടി കിട്ടാറുണ്ട്, അപ്പോൾ എനിക്ക് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. കാരണം ഇത് വളരെ നോർമലായിട്ടാണ് അയാൾക്ക് ഫീൽ ചെയ്യുക. കാരണം ഈ ഒരു ഹൗസ് ഹോൾഡിനകത്ത് ഇത് അബ്നോർമലായിട്ട് ഇയാൾക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇയാൾക്ക് ചൈൽഡ്ഹുഡ് മുതലേ, ജനിച്ചപ്പോൾ മുതലേ ഈ ഒരു പാറ്റേൺ ആണ് കാണുന്നത്. അതുകൊണ്ട് വേറെ വീടുകളിൽ ഇങ്ങനെയല്ല, മറ്റ് വീടുകളിലെ കുട്ടികൾ ഇങ്ങനെയല്ല ട്രീറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് തിരിച്ചറിയണമെങ്കിൽ പലപ്പോഴും ഒരുപാട് ദൂരം ഈ കുട്ടിക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരാറുണ്ട്. പലപ്പോഴും കുറച്ചും കൂടി വലുതാവുമ്പോഴൊക്കെയാണ് തിരിച്ചറിയാം, ഇതിങ്ങനെയല്ലല്ലോ, അവിടെ ചെന്നപ്പോൾ അങ്ങനെയല്ലല്ലോ കണ്ടത്, ഈ കുട്ടിയുടെ അമ്മ അങ്ങനെയല്ലല്ലോ ഇടപെടുന്നത്, ഈ കുട്ടിയുടെ അച്ഛൻ അങ്ങനെയല്ലല്ലോ, ഈ കുട്ടിയുടെ സഹോദരനോ സഹോദരിയോ ഇങ്ങനെയല്ലല്ലോ ഇടപെട്ടത്, അപ്പോൾ എൻ്റെ അടുത്ത് ഇടപെടുന്നതിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് തിരിച്ചറിയുന്നത് ഒരുപാട് വൈകിയായിരിക്കും. കാരണം ഈ ഒരു പേഴ്സൺ ഇത് നോർമലാണ്, ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും എക്സ്ട്രീം ആയിട്ടുള്ള ഫിസിക്കൽ അബ്യൂസ് കേസുകളിൽ പോലും പലരും പറയുന്ന ഒരു കാര്യമാണ്, എനിക്കത് അത്ര അത്ഭുതമായിട്ടൊന്നും തോന്നിയില്ല, കാരണം അത് നോർമലായിട്ടുള്ളൊരു കാര്യമാണല്ലോ എന്ന് വളരെ ലാഘവത്തോടു കൂടി അതിനെ എടുത്ത് പറയുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ റീസൺ അതൊരു പ്രോബ്ലമായിട്ട് അവർക്ക് ഫീൽ ചെയ്യണമെന്നില്ല. കാരണം വളരെ നോർമലായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഇപ്പം എന്തത്ര വലിയ പുതുമ, ഈ ഒരു രീതിയിൽ അവരതിനെ വളരെയധികം നോർമലൈസ് ചെയ്യുന്നത് ഒരു റീസണാണ്. നമ്മളപ്പോൾ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അബ്യൂസ് ചൈൽഡ്ഹുഡ് മുതലേ അനുഭവിച്ച് വരുന്ന ആളുകളെ നേരിടുന്ന 3 കോമൺ പാറ്റേൺസിനെ പറ്റിയിട്ടാണ് സംസാരിച്ചിരുന്നത്. ആദ്യത്തെ പാറ്റേൺ നമ്മൾ പറഞ്ഞു, എല്ലാം എൻ്റെ മിസ്റ്റേക്കാണ്, എല്ലാം എൻ്റെ പ്രശ്നം കൊണ്ടാണ്, ഞാനാണ് എല്ലായിടത്തും തെറ്റ് ചെയ്യുന്നത് എന്നുള്ള എക്സ്ട്രീം ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സെൽഫ് ഇവാലുവേഷനാണ്. എല്ലാം എൻ്റെ കുഴപ്പമാണ് എന്നുള്ള ഉറച്ചൊരു ഫീലിംഗ് ആണ്. രണ്ടാമതായിട്ടുള്ളത് എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ചൈൽഡ്ഹുഡിൽ കാണുന്ന ഈ ഒരു അബ്യൂസ് എന്ന് പറയുന്നത് അബ്യൂസ് ആണെന്ന് പോലും തിരിച്ചറിയാതിരിക്കുകയും അതിനെപ്പറ്റി ആരോടും ഷെയർ ചെയ്യാതിരിക്കുകയും താൻ നേരിടുന്ന ഈ ഒരു അബ്യൂസ് എന്ന് പറയുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കോ ആളുകൾക്കോ പോലും ഈ ഒരു വ്യക്തി അബ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് അറിയുന്നുണ്ടായിരിക്കില്ല. ഇത്തരം പാറ്റേൺസിനെ പറ്റി ആരോടും പറയുന്നിട്ടുണ്ടാവില്ല, ആരോടും പറയുന്നുണ്ടായിരിക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തത്. മൂന്നാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നോർമൽ കാര്യങ്ങൾ എല്ലാം തന്നെ ഈ ഒരു വ്യക്തിക്ക് മിസ്സായി പോയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ വളരെ നോർമലി ആ ഒരു ഏജ് അനുസരിച്ച് ഈ ഒരു വ്യക്തിക്ക് കിട്ടേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ വരുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലേ. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് അതൊന്നും വളരെ ഓക്കെ ആയിട്ട് അതിലൂടെ കടന്നു പോകാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. ഉദാഹരണത്തിന് ചെറിയ പ്രായത്തിൽ വാശിയെടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും സ്വാഭാവികമായിട്ട് വരേണ്ടുന്ന ഒരു കാര്യമാണ്. എന്തിനാണ് അങ്ങനെ വാശിയെടുക്കുന്നത്? വാശിയെടുക്കുക എന്ന് പറയുമ്പോൾ എനിക്കെന്താണ് വേണ്ടത്, എൻ്റെ വിൽ എന്താണ് എന്നുള്ളത് എക്സേർട്ട് ചെയ്യുക എന്നുള്ളതാണ് വാശിയെടുക്കുമ്പോൾ നടക്കുന്നത്. എനിക്കിത് മതി, എനിക്ക് നീല കപ്പിൽ കാപ്പി കുടിച്ചാൽ മതി, എനിക്ക് ഈ പറയുന്ന ഈ പ്ലേറ്റിൽ എനിക്ക് ഫുഡ് കഴിച്ചാൽ മതി, എനിക്ക് പുഴുങ്ങിയ മുട്ട വേണ്ട, എനിക്ക് ബുൾസൈ മതി എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ സ്വന്തം ആവശ്യങ്ങളും നീഡ്സ് തിരിച്ചറിയാണ്, അത് എക്സേർട്ട് ചെയ്യാണ് അല്ലേ. ഞാൻ പറയുന്ന എല്ലാ വാശികളും പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കണക്കാക്കുമ്പോൾ അത് സമ്മതിച്ച് കൊടുക്കണം എന്നല്ല, അങ്ങനെ എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഈ കുഞ്ഞിനുണ്ടാവണം എന്നുള്ളതാണ്.
സോ ഒരു കുഞ്ഞ് വാശി എടുക്കുക എന്ന് പറയുമ്പോൾ അവനവൻ്റെ നീഡ്സ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. നാർസിസ്റ്റിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഒരിക്കലും ഈ ഒരു കുട്ടിക്ക് അവനവൻ്റെ നീഡ്സ് എക്സ്പ്രസ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ടാവില്ല. എപ്പോഴൊക്കെ ഈ കുട്ടി അവനവൻ്റെ നീഡ് എക്സ്പ്രസ് ചെയ്തോ അത് നേരിടേണ്ടി വരുന്നത് ഗ്യാസ് ലൈറ്റിങ്ങും, ഗിൽട്ട് ട്രിപ്പിങ്ങും, മാനിപ്പുലേഷനും, ഇൻവാലിഡേഷനും എല്ലാം തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന നീഡ്സ് ഉണ്ടെന്നും അത് ഞാൻ എക്സ്പ്രസ് ചെയ്യട്ടെ എന്നും ഈ ഒരു കുട്ടിക്ക് ആ ഒരു ഫീലിംഗ് ഒട്ടും ഉണ്ടാവില്ല. അടുത്തതായിട്ട് നമ്മളിപ്പോൾ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് പറയുമ്പോൾ അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ടീനേജിലേക്ക് വരുമ്പോഴാണ്. ടീനേജിലേക്ക് വരുമ്പോൾ ഒരു സെൽഫിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളത് നോർമൽ ആയിട്ടുള്ള നീഡാണ് അല്ലേ. ഐഡൻറ്റിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഒരു വേൾഡിൻ്റെ അടുത്ത് എനിക്ക് എങ്ങനെയാണ് എനിക്ക് പ്രസൻറ്റ് ചെയ്യപ്പെടേണ്ടത്. ഉദാഹരണത്തിന് ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് പലപ്പോഴും ടീനേജേഴ്സ് എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലേ. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ടീനേജർ ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്താ പറയുക സ്റ്റൈലുകളിൽ മാറ്റം വരുത്തും, ഇഷ്ടമുള്ള ആളുകളുമായിട്ടുള്ള ഹാങ് ഔട്ട് ചെയ്യുന്നത് വ്യത്യാസപ്പെടുത്തും. ചിലപ്പോൾ ഭയങ്കരമായിട്ട് റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയ ആൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഈ ലോകത്തിൽ എനിക്ക് ദൈവമേ ഇല്ല എന്നൊക്കെ പറഞ്ഞു നടക്കണതാണ്. അതായത് ആ ഒരു ഐഡൻറ്റിറ്റി എന്നുള്ളതും ഈ ലോകത്ത് ഞാൻ എന്താണ് എന്നുള്ളതും തിരിച്ചറിയുകയാണ്, അത് എക്സ്പെരിമെൻ്റ് ചെയ്യുകയാണ്. പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അബ്യൂസ് നേരിടുന്ന ഒരു വ്യക്തിയാവുമ്പോൾ അവർക്ക് ഒരിക്കലും അതിനുള്ളൊരു സ്പേസ് ഇല്ല. കാരണം അവിടെ സേഫ്റ്റി എന്നുള്ള രീതിയിൽ മാത്രം ഓറിയൻറ്റ് ചെയ്തിരിക്കുന്ന ബ്രെയിൻ തൻ്റെ ഈ ഒരു എക്സ്പ്രഷൻ എങ്ങനെയാണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെ ചുരുക്കി പിടിക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പലപ്പോഴും അതിലേക്ക് എന്താ പറയുക എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിലേക്ക് പോവുമായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കും, റിബൽ ചെയ്യുന്ന രീതിയിൽ. എങ്ങനെയായിരുന്നാലും ആ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് അപ്പോൾ റിബൽ ചെയ്യുമ്പോഴും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവനവൻ്റെ കംഫർട്ടിനുള്ള ഒരു ഐഡൻറ്റിറ്റി അല്ല വരുന്നത്. റിബൽ ചെയ്യുക എന്ന് പറയുമ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആ ഒരു പ്രതികരിക്കണം എന്നുള്ളൊരു വാശിയിലേക്കാണ് പോണത്. അല്ലാതെ സ്വന്തം ഒരു സ്പേസ് എന്താണെന്ന് ഫിഗർ ഔട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോഴും അവിടെ നടക്കുന്നുണ്ടായിരിക്കില്ല. പലപ്പോഴും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഈ കുട്ടികളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെ വളരെ നെഗറ്റീവായിട്ടായിരിക്കും നാർസിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ അവിടെ അതിനെ വിലയിരുത്തുന്നത്. ഉദാഹരണത്തിന് സ്വാഭാവികമായിട്ടുള്ള വാശികളൊക്കെ ആകുമ്പോഴത്തേക്കും ഇവനെപ്പോഴും വാശിയാണ്, ഇവനെപ്പോഴും അങ്ങനെയാണ്, ഇവനെപ്പോഴും ഇങ്ങനെയാണെന്നുള്ള നെഗറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും അതിനെ വിലയിരുത്തുന്നുണ്ടാവുക. ആ ലേബൽ ചെയ്യുക എന്ന് പറയുന്നത് ഇവനല്ലെങ്കിലും ഇങ്ങനെയാണ്, ഇവളല്ലെങ്കിലും ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ നെഗറ്റീവായിട്ട് അതിനെ ലേബൽ ചെയ്യുന്നതും അതിലേക്ക് ഒരു റീസണായിട്ട് മാറാറുണ്ട്. പലപ്പോഴും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മാത്രമല്ല, പലപ്പോഴും നാർസിസ്റ്റിക് ആയിട്ടുള്ള പാരൻറ്റിൻ്റെ അല്ലെങ്കിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഈ പറയുന്ന സിബ്ലിങ്ങിൻ്റെയോ ഈ പറയുന്ന ആൾക്കാരുടെയോ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ ചൈൽഡിനെ ഏറ്റെടുക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. ഉദാഹരണത്തിന് ഈ പറയുന്ന ആളുകൾ അവനവൻ്റേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കില്ല. ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു ബേർഡനും ഈ പറയുന്ന കാര്യങ്ങളും പലപ്പോഴും ഈ പറയുന്ന കുട്ടികളായിരിക്കും ചിലപ്പോൾ ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ എല്ലാം എൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് എന്നുള്ള ഒരു ഹെഡ് സ്പേസിലേക്ക് പോവുക അതിലേക്ക് ഓവർ കോമ്പൻസേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയാകുമ്പോഴത്തേക്കും പലപ്പോഴും ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് ഈ വ്യക്തിക്ക് ഒട്ടും ഉണ്ടാവണം തന്നെയില്ല. കാരണം അതിലൂടെ കടന്നു പോകുന്നതിനായിട്ടുള്ളൊരു സ്പേസ് അവിടെ വരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അവിടെ ഈ പറയുന്ന നാർസിസ്റ്റിക് ആയിട്ടുള്ള വ്യക്തിയുടെയും കൂടി റെസ്പോൺസിബിലിറ്റി എടുക്കുന്നത് ഇത്തരം കുട്ടികളായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെ നോർമലായിട്ട് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് വരേണ്ടുന്ന സ്പേസ് വഴിക്ക് വരാതെ ഒരു സേഫ്റ്റിയിൽ മാത്രം നിൽക്കുന്ന ആ ഒരു ഞാൻ സേഫ് ആണോ, ഡേഞ്ചർ ആണോ, അല്ലെങ്കിൽ പ്രശ്നങ്ങളാവോ എന്നുള്ള രീതിയിൽ മാത്രം സ്റ്റക്കായി നിൽക്കുന്ന ഒരു സ്പേസിലേക്ക് പലപ്പോഴും ആൾക്കാർ പോവാറുമുണ്ട്. ഈ ഒരു രീതിയിൽ കണക്കാക്കുമ്പോഴത്തേക്കും ചൈൽഡ്ഹുഡ് ട്രോമ എന്നുള്ള രീതിയിൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അബ്യൂസ് കിട്ടിയിട്ടുള്ളവരാണെങ്കിൽ വളരെ കോമൺ ആയിട്ട് ഈ 3 പാറ്റേൺസും ഉണ്ടാവും എന്നുള്ളതിൽ സംശയമില്ല. നിങ്ങൾ അങ്ങനെ ഒരു ചൈൽഡ്ഹുഡ് മുതൽ നാർസിസ്റ്റിക് ആയിട്ടുള്ള ഒരു അബ്യൂസ് നേരിട്ട ഒരു വ്യക്തിയാണോ? ഈ 3 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഇനി ഇത് 3 അല്ല, എനിക്ക് ഇന്ന വേറൊരു കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്നുണ്ടെങ്കിലും അത് കമൻറ്റിൽ നോട്ട് ചെയ്യാമോ? സ്വാഭാവികമായിട്ടും അത് വായിക്കുന്നവർക്കും അത് കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചേക്കാം. ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ കൺസെപ്റ്റ്സ് എല്ലാം തന്നെ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഈ പറയുന്ന ഒരു ക്ലാരിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും എന്നുള്ളതല്ലാതെ ഈ വീഡിയോസ് ഒന്നും തന്നെ തെറപ്പിക്ക് പകരമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളിലും ഡൈനാമിക്സിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ട്രോമയിൽ ഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ട്രോമ ഫോക്കസ്ഡ് ആയിട്ടുള്ള തെറപ്പി തന്നെയാണ് പരിഹാരമായിട്ട് വരുന്നത്. എല്ലാവർക്കും ആ ഒരു തെറപ്പി എടുക്കാനും അവനവൻ്റെ ഈ ഒരു ട്രോമയിൽ നിന്ന് ഹീൽ ചെയ്യാനും മുന്നോട്ട് പോകാനും നിങ്ങളുടെ ആ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള റിയൽ സെൽഫിലേക്ക് തിരിച്ചു വരാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനിയും അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.